ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് 2 പണിക്കാരുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് വരുന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കമ്പിക്ക് പെയിൻ്റ് അടിച്ച് വെച്ചതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പൊറോട്ട റെഡിമെയ്ഡ് പൊറോട്ടയാണ് കേട്ടോ വാങ്ങിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ രാത്രി ചോറ് കമ്മി ആയിരിക്കും, അപ്പോൾ നമുക്ക് പൊറോട്ട വാങ്ങാമെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് പൊറോട്ട കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ചോറൊക്കെ എല്ലാവർക്കും കറക്റ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശമാവൊക്കെ ഉണ്ടായിരുന്നു, ദോശയൊക്കെ ചുട്ടു. അങ്ങനെ അപ്പോൾ പൊറോട്ട ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ അവർക്ക് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനെ എടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ അവർ വരുമ്പോൾ വഴിയിൽ നിന്ന് തന്നെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കടലക്കറിയൊന്നും കൂട്ടാതെ തന്നെയാണ് കേട്ടോ അവർ പൊറോട്ട തിന്നത്. അപ്പോൾ ഞാനിന്ന് ചോറ് കുറച്ച് അവർ വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ അരി ഇട്ടത്. ഇതിൻ്റെ മുന്നേ പ്രാവശ്യം സിമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നപ്പോൾ ഞാൻ കുറച്ച് അരിയൊക്കെ അധികം ഇട്ടു കേട്ടോ ചോറിന്. അപ്പോൾ അയാൾ ചോറും തിന്നാതെ പോയതുകൊണ്ട് ഇവരത് ഉറപ്പില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അരി ഇടാനേ നിന്നില്ല. അപ്പോൾ 10 മണി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ അരിയിട്ട് ചോറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്നും ചോറ് വാർക്കലാണ്. അപ്പോൾ ഇന്ന് കുറച്ച് വേവ് കമ്മിയാക്കിയിട്ട് ഊറ്റിയെടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് ഊറ്റുന്ന കൊട്ടക്കരി വാങ്ങിയിട്ട് കുറേ ആയി, അധികമൊന്നും എടുക്കലില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ എടുക്കാൻ വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. വാങ്ങി കാണുമ്പോൾ ഒരു കൗതുകത്തിന് അങ്ങനെ വാങ്ങുന്നതാണ് കേട്ടോ. പിന്നെ 1-2 പ്രാവശ്യം ഉപയോഗിച്ചിട്ട് പിന്നെ അതവിടെ മൂലക്ക് വെക്കും കേട്ടോ. അതാണ് സ്ഥിരം പരിപാടി. അപ്പോൾ അത് ചോറ് കുറച്ച് വേവ് കമ്മിയിലെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കി ആയാലും കൂടി കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ ഊറ്റി വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കുകയാണെങ്കിൽ ആ ചൂട് കിടന്നിട്ട് അങ്ങനെ ചോറൊന്നും കൂടി കട്ടയാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് പറിച്ച കുറച്ച് ചീര ഉണ്ടായിരുന്നു, അത് ഉപ്പേരിയും വെച്ചു, ചിക്കൻ കറിയും വെച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉച്ചയ്ക്കായപ്പോഴേക്കിന് ഇത് ഫ്രെയിമൊക്കെ അടിച്ച് അവർ ഫിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 2-3 പേര് പിടിച്ചിട്ടാണ് കേട്ടോ അത് അവിടെ വെച്ചിട്ടുള്ളത്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കാൻ വേണ്ടി വിളമ്പി ഡൈനിങ് ടേബിളിൽ വെച്ച് അവരെ വിളിച്ചപ്പോൾ അവരൊന്ന് പുറത്തിരുന്നോളാന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഷീറ്റിൽ ബാക്കി വന്ന സാധനമാണ് കേട്ടോ, കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അവരെ കൊണ്ട് തന്നെ കട്ട് ചെയ്ത് എടുപ്പിച്ചതാണ്. ഡൈനിങ് ടേബിളിൽ ചൂടുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ മേശമേലെ വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ മുറിപ്പിച്ചാൽ നമ്മളെ കൊണ്ട് മുറിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവരെ കൊണ്ട് തന്നെ കട്ടാക്കിച്ചതാണ് കേട്ടോ. അപ്പോൾ വേവുന്ന പെരമെന്ന് ഉരുന്ന കഴുക്കോല് ലാഭം എന്ന് പറഞ്ഞ പോലെ ചെറിയൊരു തുണ്ട് കിട്ടിയപ്പോൾ ഞാനത് യൂസാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ അങ്ങനത്തെ മാറ്റ് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഉള്ളൻ നൂലുകൊണ്ട് അങ്ങനത്തെ 2-3 തുന്നണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ ഇത് കിട്ടിയത്. അപ്പോൾ അതൊരു ഉപകാരമായി. അപ്പോൾ ഷീറ്റ് ഇട്ടിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. മുറ്റത്ത് വെയിൽ വരാൻ കുറച്ച് ലേറ്റാകും, എന്നാലും കുഴപ്പമില്ല, മഴവെള്ളമൊന്നും അങ്ങോട്ട് തെറിക്കില്ല. അപ്പോൾ ഇന്നത്രയുള്ള വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.